അതേസമയം തന്നെ വന്യമൃഗ ആക്രമണത്തിൽ ഇടുക്കിയിൽ പ്രതിഷേധം കനക്കുകയാണ്. വിഷയത്തിൽ ഇടുക്കി രൂപത പ്രമേയം പാസാക്കി. അധികാരികൾ നിസ്സംഗത കാണിക്കുന്നുവെന്ന് പ്രമേയത്തിൽ വിമർശനമുയർന്നു. ഡീൻ കുര്യാക്കോസ് എം പി നടത്തുന്ന നിരാഹാര സമരം 3-ാം ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ബിനീഷ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. ബിനീഷ്, എന്തൊക്കെ വിമർശനങ്ങളാണ് ഈ പ്രമേയത്തിൽ ഇടുക്കി രൂപത ഉന്നയിക്കുന്നത്? ഡീൻ കുര്യാക്കോസിന്റെ സമരം ഒത്തുതീർക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ? നിബീഷ്, വൈദ്യുതി സമിതിയാണ് ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നത്. നിരവധി വിമർശനങ്ങളാണ് ഈ പ്രമേയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ സാധാരണക്കാരായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അത്യന്തം ദുഃഖകരമാണ്. ഈ വിഷയത്തിൽ അധികാരികൾ കാണിക്കുന്ന നിസ്സംഗത മലയോര ജനതയെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യനേക്കാൾ മൃഗങ്ങൾക്ക് വില കൽപ്പിക്കുന്ന കപട പരിസ്ഥിതിവാദികൾക്ക് വിധേയപ്പെട്ട സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മൗനം അവലംബിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പൊതുസമൂഹത്തിന് അപമാനകരമാണ്. ഈ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളിൽ നിന്നും മലയോര ജനതയെ രക്ഷിക്കുവാൻ വാഗ്ദാനങ്ങൾക്കപ്പുറം നിയമഗതികൾ ഉണ്ടാക്കാൻ സർക്കാരുകൾ സത്വര നടപടികൾ ചെയ്യണം. ഇനിയും ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം മലയോര പ്രദേശത്ത് ഉണ്ടാകരുത്. മൂന്നാറിലെയും പരിസര പ്രദേശത്തെയും ആളുകളുടെ ദുഃഖത്തോടും ആശങ്കകളോടും ഒപ്പം ഇടുക്കി രൂപതയും പങ്കുചേരുന്നുണ്ട്. വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ വരും നാളുകളിൽ ആളുകളുടെ ആശങ്കകളോട് ചേർന്ന് സമരമുഖത്തും സജീവമാകുമെന്നാണ് ഈ പ്രമേയത്തിലെല്ലാം ഉള്ളത്. അതോടൊപ്പം തന്നെ ഇടുക്കി രൂപതയിലെ ആനക്കുളം സെന്റ് ജോസഫ് പള്ളിയിൽ ഇടവക പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ പ്രദക്ഷിണം ആനക്കുളം കപ്പലിൽ ചേർന്നപ്പോൾ അത് കാട്ടാനകൾ ശല്യമായി എന്നാരോപിച്ചുകൊണ്ട് മാങ്കുളം DFO ആനക്കുളം പള്ളി വികാരിയെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞു. ഇതിനെതിരെ എല്ലാം തന്നെ ഈ പ്രമേയത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഡീൻ കുര്യാക്കോസ് MP നടത്തുന്ന നിരാഹാര സമരം ഇന്ന് 3-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഡീൻ ഷുഗർ ലെവൽ എല്ലാം താഴെ പോവുകയും അവശത നിലയിലാവുകയും ചെയ്തിരുന്നു. തുടർന്ന് ദേവികുളം ആരോഗ്യ സാമൂഹ്യ കേന്ദ്രത്തിലെ പ്രവർത്തകർ വന്ന് പരിശോധന നടത്തുകയും ചെയ്യുന്നു. ഈ പരിശോധനയിൽ DMOക്ക് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആശുപത്രിയിലേക്ക് മാറാൻ ഡീൻ MP വിസമ്മതിച്ചു. എന്നാൽ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ച് ആശുപത്രിയിൽ എത്തിക്കില്ലെന്ന ഒരു നിലപാടിൽ തന്നെയായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ വീണ്ടും ഈ ആരോഗ്യ പ്രവർത്തകർ ഒരു ശുശ്രൂഷ നൽകി. ഡീന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഡീൻ നയിക്കുന്ന സമരം ഇത് 3-ാം ദിനത്തിലേക്ക് പോവുകയാണ്. ഡീൻ ഉന്നയിച്ച ആവശ്യങ്ങൾ, അതായത് പടയപ്പയെ പിടിച്ചു മാറ്റുക, അതോടൊപ്പം തന്നെ RRT സംഘത്തെ നിയോഗിക്കുക, അതോടൊപ്പം തന്നെ ഈ മൂന്നാറിലെ 2 പേരുടെ മരണത്തിനിടയാക്കിയ ആനകളെ പിടിച്ചു മാറ്റുക, ഈ ആവശ്യങ്ങൾ തന്നെയാണ് ഉന്നയിച്ചാണ് ഈ നിരാഹാര സമരം ഡീൻ നടത്തുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം തന്നെ ഈ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. അതിൽ ഈ മീറ്റിംഗിൽ CCF RS അരുൺ വ്യക്തമാക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ മൂന്നാർ മേഖലയിലെ RRTയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും അതോടൊപ്പം തന്നെ കൂടുതൽ ജീവനക്കാരെ ഉപയോഗിച്ച് RRT സംഘങ്ങൾ വിപുലീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. സംഘത്തിന് നിരീക്ഷണം നടത്താൻ ഡ്രോണുകൾ ലഭ്യമാക്കാം. അതോടൊപ്പം തന്നെ കൂടാതെ ജനവാസ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ ബ്ലോക്കുകളായി തിരിച്ച് നിരീക്ഷണം നടത്തും. ഓരോ ബ്ലോക്കിന്റെ ചുമതല ഓരോ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും. രാവിലെ 5:30 മുതൽ വൈകുന്നേരം വരെ നിരീക്ഷണം ഉണ്ടാകും. പിന്നെ അതോടൊപ്പം തന്നെ വന്യജീവികളുടെ സാന്നിധ്യം സംബന്ധിച്ച് വിവരം പ്രദേശവാസികൾക്ക് ഉടൻ കൈമാറും. ഇത് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. 2-ാം ഘട്ടത്തിൽ സർക്കാരിന് ശുപാർശ നൽകും. കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാനും അതോടൊപ്പം തന്നെ AI ക്യാമറ സ്ഥാപിക്കാനും അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന് ശുപാർശ ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് ഇന്നലത്തെ യോഗത്തിൽ ചർച്ച ചെയ്തത്. ഡീന്റെ ആവശ്യപ്രകാരമുള്ള കാട്ടാനകളെ പിടിച്ചു മാറ്റാനുള്ള ഒരു ചർച്ചയും ഇവിടെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഡീൻ പറയുന്നത് വ്യക്തമായി പറയുന്നത് തന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കണമെങ്കിൽ താൻ പറഞ്ഞ 3 കാര്യങ്ങളും രേഖാമൂലം തനിക്ക് എഴുതി തന്നാൽ മാത്രമായിരിക്കും നിരാഹാര സമരത്തിൽ നിന്ന് മാറുക എന്നൊക്കെ തന്നെയാണ് ഡീൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഡീനിന് നിരവധി ആളുകളാണ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സമരപന്തലിലേക്ക് എത്തുന്നത്. കർഷക കോൺഗ്രസും അതോടൊപ്പം വിവിധ സംഘടനകളെല്ലാം തന്നെ ഡീൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സമരപന്തലിലേക്ക് എത്തുന്നത്. ഏതായാലും സമരം ഡീൻ ശക്തമാക്കാൻ തന്നെയാണ് ഡീന്റെ ഒരു തീരുമാനം. ലിബീഷ്, ശരി ബിനീഷ്. വന്യജീവി ആക്രമണത്തിൽ ഇടുക്കിയിൽ പ്രതിഷേധം കനക്കുകയാണ്. ഇടുക്കി രൂപത പ്രമേയം പാസാക്കിയിരിക്കുന്നു. അതേസമയം തന്നെ ഡീൻ കുര്യാക്കോസിൻ്റെ ഉപവാസ സമരം 3-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു. ഡീൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് രാവിലെ ആരോഗ്യ പ്രവർത്തകർ എത്തി പരിശോധന നടത്തുമെന്നാണ് ബിനീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. വന്യജീവി ആക്രമണം തടയുന്നതിനായി മൂന്നാറിലെ